സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ എപ്പോൾ തുടങ്ങി എപ്പോൾ തീർന്നു എന്ന് എനിക്ക് അറിയാൻ പോലും സാധിച്ചില്ല. കാരണം ഒരു നിമിഷം പോലും ലാഗടിപ്പിക്കാതെയാണ് സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കടന്നുപോയത്. കുറച്ചൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലും ഇല്ല, കുറച്ച് ഡയലോഗ് ഡെലിവറീസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒറ്റ പാട്ട് ഇതിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഹാഫില്ല. പേഴ്സണലി ഒരു ടിപ്പിക്കൽ തെലുങ്ക് സിനിമയാണെങ്കിൽ അങ്ങനെ പാട്ടുകൾ കുത്തിക്കേറ്റേണ്ട ധാരാളം അവസരങ്ങൾ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴത്തേക്ക് ഒരു പാട്ടേ ഉള്ളൂ. അതായത് സിനിമ മൊത്തം നോക്കി കഴിഞ്ഞാൽ ഒരൊറ്റ പാട്ടേ ഉള്ളൂ. അതാണ് സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് വില്ലൻ്റെ എൻട്രി വരുന്നത്. നമ്മുടെ പ്രതീക് പാട്ടീൽ അദ്ദേഹമാണ് മെയിൻ വില്ലൻ ആയിട്ട് വരുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ളൊരു ഫേസ് ഓഫ് വരുന്നുണ്ട്. വയലൻറ്റ് രംഗങ്ങളുടെ ധാരാളം അതിപ്രസരം ഈ സിനിമയിൽ ഉടനീളമുണ്ട്. ബ്ലഡ് ഷെഡ് ഭയങ്കരമാണ്. മാർക്കോയിലാണെങ്കിൽ നമ്പർ ഓഫ് സീൻസ് കുറവായിരുന്നെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് സീൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസൊക്കെ ഉണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് മാർക്കോ വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ലെങ്കിൽ കൂടെ, കാരണം മാർക്കോയിലാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ സംഭവിക്കുന്നത് ഇന്ന ആൾക്കാർക്കാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും അങ്ങനെയല്ല. ഇവിടെ നമുക്കാണെങ്കിൽ വ്യക്തിപരമായിട്ട് നമുക്ക് മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വയലൻസ്, അത് ചിലപ്പം ബ്ലഡ് കാണിക്കണമെന്ന് തന്നെ ഇല്ല. അപ്പം ആ ഒരു സീൻ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോഴത്തേക്ക് പിന്നെ രണ്ടുപേരുടെയും ഫേസ് ഓഫ് വരുന്നുണ്ട്. അവിടെ മാത്രമാണ് എനിക്ക് ഒരു ടിപ്പിക്കൽ ഒരു ക്ലീഷേ ആയിട്ട് എനിക്ക് തോന്നിയത്, ഒരു തെലുങ്ക് സിനിമയുടെ ഒരു ക്ലീഷേ ആയിട്ട് എനിക്ക് തോന്നിയത്. അത് ഒഴിവാക്കി കഴിഞ്ഞാലല്ല, അത് നമുക്ക് നോർമലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ ഒരു ഹിറ്റ് സിനിമയുടെ എല്ലാ സീരീസിലും അവസാനം ഒരു ക്യാമിയോ ഉണ്ടാവും. ഈ സിനിമയിൽ ഒരു ക്യാമിയോ ഉണ്ട്, ആദിവിശേഷം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കരുതി അദ്ദേഹമായിരിക്കും അടുത്ത സീരീസ് ലീഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ അത് കഴിയുമ്പോഴത്തേക്കുമാണ് ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട് 3 സംസ്ഥാനങ്ങളിലും ഒരേപോലെ ഫാൻ ഫോളോയിങ് ഉള്ളൊരു നടനുണ്ട്. ഞാൻ പറയുന്നത് രജനീകാന്തിനെ കുറിച്ചോ കമലഹാസനെ കുറിച്ചോ പോലുള്ള സീനിയർ ആക്ടേഴ്സിനെ കുറിച്ചല്ല, വേറെ നടനുണ്ട്. അത് ആരാണെന്ന് പലർക്കും ഊഹിക്കാൻ കഴിയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനൊക്കെ ഉണ്ട്. അതായത് నేను മൾട്ടി ലിംഗ്വൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമിയോ ഒക്കെ വെച്ചിട്ട് മീൻസ് ഒരു അതിരടി മാസ് മസാല സിനിമ, അല്ലാതെ അൾട്രാ റിയലിസ്റ്റിക് സിനിമയും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളാരും ഈ ഒരു സിനിമ കാണാൻ വരരുത്. അപ്പോൾ ഇതാണ് സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പെട്ടെന്ന് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഒരു അഭിപ്രായം.